ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് റോസ് ഫാമിലി ഗ്രൂപ്പിനോടൊപ്പം ദൈവത്തോടൊന്നിച്ച് അല്പസമയം ചെലവിടുവാൻ ദൈവം തന്ന ആ സൗഭാഗ്യത്തെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ബിജു. ഞങ്ങൾ കുടുംബമായിട്ട് മീററ്റിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇവിടെ ഏകദേശം 15 വർഷത്തോളമായിട്ട് ദൈവിക ശുശ്രൂഷ ആയിരിക്കാൻ ദൈവം തന്ന ആ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വൈകുന്നേര സമയം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാകുന്നു എന്ന്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ദൈവം നമ്മെ വിവരിച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 സുവിശേഷങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഒന്ന്, എ ക്ലോസ്ഡ് ഗോസ്പൽ, അടയപ്പെട്ട സുവിശേഷം. അടയപ്പെട്ട സുവിശേഷം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈകളിൽ എത്തപ്പെട്ട ബൈബിളുകളും ട്രാക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളുമാണ്. ഇന്ന് ലോകത്തിൻ്റെ മുമ്പാകെ അത് അടയപ്പെട്ട അധ്യായങ്ങളായി കിടക്കുകയാണ്. കാരണം അതാരും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു പല തെറ്റിദ്ധാരണകൾ കൊണ്ട് അതിനെ ഒഴിവാക്കി കടന്നു പോകുവാൻ ജനം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ സുവിശേഷീകരണത്തിനായിട്ട് ഒരു ഓപ്പൺ ഗോസ്പൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതം. അതെ, നാം ഇന്ന് ലോകത്തിന് മുമ്പാകെ അടയപ്പെട്ട് കിടക്കുന്ന ആ സുവിശേഷത്തെ നാം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട ബൈബിളിനെ പൂർണ്ണമായിട്ട് നാം സ്വാംശീകരിക്കുന്നുവെങ്കിൽ, നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ഈ ലോകത്തിൽ പിന്നെയും വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളായി തീരുവിനെന്ന്. അതെ, ദൈവം ഇന്ന് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട ബൈബിളുകളും മറ്റു പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്, അതേ ഒരു പ്രാർത്ഥന അനുഭവം തന്നിരിക്കുന്നത്, ഒരു ആരാധനയുടെ അനുഭവം തന്നിരിക്കുന്നത് നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ഈ ലോകത്തിൽ ജീവിക്കുവാനാണ്. പലപ്പോഴും ഒരു വ്യക്തി ബൈബിൾ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. എന്നാൽ ബൈബിളിനാൽ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനും അവൻ അങ്ങനെ ആയി എന്ന് അറിയുവാനും ലോകത്തിന് എപ്പോഴും ഉത്സാഹം കാണും. അതാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. പലപ്പോഴും നാം വിലപിക്കുന്നുണ്ട്, അതേ സുവിശേഷീകരണത്തിനുള്ള വാതിലുകൾ അടയപ്പെട്ടു എന്ന്. ഇല്ല, സുവിശേഷീകരണത്തിനുള്ള വാതിലുകൾ ഇന്നും തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരു പുതിയ രീതിയിലാണെന്ന് മാത്രം, ഒരു പുതിയ സുവിശേഷമായി നാം മാറണം എന്ന് മാത്രം. അപ്പോൾ നാമും ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീർന്ന് അതേ ഗ്രാമങ്ങളിൽ, അതേ മറ്റു സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ദൈവം നമുക്ക് സൗഭാഗ്യം തരും. നമുക്കറിയാം, ബൈബിളിൽ 4 സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് മത്തി, രണ്ടാമതായിട്ട് മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. നാം ഇവയെക്കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ സുവിശേഷം എന്നാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ ഈ സുവിശേഷത്തെ നോക്കിക്കഴിഞ്ഞാൽ, ഈ സുവിശേഷം യേശുവിൻ്റെതാണെങ്കിലും ഈ സുവിശേഷം അത് എഴുതിയ ആളിൽ ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവരിക്കുകയാണ്. നമുക്ക് ഉദാഹരണമായിട്ട് എടുത്താൽ, മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. അതേ ധനത്തോട് അത്യാർത്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതേ സമൂഹത്തിലെ അനീതിയെ സ്വാഗതം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീരോ വേദനയോ ആ ഹൃദയത്തെ സ്പർശിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പിന്നാലെ സകലം വിട്ട് അനുഗമിച്ച മത്തി ഒരു പുതിയ വ്യക്തിത്വമായി, അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു പുതിയ സുവിശേഷമായി, സുവിശേഷത്തിൻ്റെ പുതിയൊരു അധ്യായമായി മാറപ്പെടുകയാണ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച മത്തായി ചെയ്ത ആദ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവന് മറ്റുള്ളവരോട് ഒരു അനുകമ്പ തോന്നുകയാണ്.
അതെ, താൻ പ്രാപിച്ച ഉദ്ധാരണം, താൻ പ്രാപിച്ചതായ ദൈവിക രക്ഷ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം മത്തായിയുടെ ഹൃദയത്തിൽ കടന്നു വരികയാണ്. ഇന്ന് വരെ മറ്റുള്ളവരോട് അനുകമ്പാപൂർവം പെരുമാറിയിരുന്ന മത്തായി ഇന്ന് മറ്റുള്ളവരോട് ദൈവത്തിന്റെ ദയാവായ്പോടെ പെരുമാറുവാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. അന്ന് യേശുവിനെ വിരുന്നിന് വിളിക്കുമ്പോൾ അതേ തൻ്റെ കൂടെ ആ ചുങ്കക്കാരന്റെ പ്രവൃത്തിയിൽ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അവരെയും മറ്റുള്ളവരെയും മത്തി തൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ഭവനത്തിന്റെ വാതിലുകൾ ആർക്കും വേണ്ടി തുറക്കപ്പെട്ടിരുന്നില്ല, ഈ ഹൃദയം ആർക്കും വേണ്ടി തുറക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മത്തായിയുടെ ഹൃദയം എങ്ങനെ യേശുവിന് വേണ്ടി തുറക്കപ്പെട്ടു, അതുപോലെ തന്നെ അവന്റെ ഭവനവും അനേകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതെ, നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കപ്പെടുമ്പോൾ അനന്ത സാധ്യതകളാണ് സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെടുന്നത്. അതെ, യേശുവിനെ അറിയാത്ത ഒരു കമ്മ്യൂണിറ്റിയിൽ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അവർ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ഇടയായിത്തീരും. അതെ, മത്തായിയുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അതെ, അങ്ങനെ തന്നെ ഈ ലൂക്കോസിന്റെ ജീവിതത്തിലും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ തന്നെ മർക്കോസിന്റെ ജീവിതത്തിലും യോഹന്നാന്റെ ജീവിതത്തിലും നമുക്ക് നടക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ ഈ സുവിശേഷങ്ങൾ യഥാർത്ഥമായിട്ട് വിവരിക്കുന്നത് അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട മറ്റൊരു സുവിശേഷമായി തീർന്ന വ്യക്തി ജീവിതങ്ങളെ കുറിച്ചാണ്. ഇന്നും ദൈവം ഇത് തന്നെയാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, അതേ നാം ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, നാം ആയിരിക്കുന്ന ആ കർമ്മ മേഖലകളിൽ ക്രിസ്തുവിന്റെ സുവിശേഷമായി നാം മാറണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ഒരിക്കലും ഒരു മാനുഷിക കരുത്താലല്ല എഴുതപ്പെട്ടത്, എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. ഇന്ന് നാം ചിന്തിക്കുക, എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നാം ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതേ, മറ്റുള്ളവർ എൻ്റെ ജീവിതത്തെ വായിക്കുമ്പോൾ, മറ്റുള്ളവർ എൻ്റെ ജീവിതത്തെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്നിൽ ക്രിസ്തു ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതുകൊണ്ടാണ് പൗലോസ് വളരെ ഹൃദയവേദനയോടെ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഒരുവായി തീരുവോളം ഞാൻ ഒരു പ്രസവ വേദനയിലായിരിക്കുന്നു എന്ന്. അതെ, ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് ക്രിസ്തുവില്ലാതെ നശിച്ചു പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് തീർച്ചയായിട്ടും ആത്മഭാരമുണ്ടാകും. ഈ ആത്മഭാരം അതെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കും നമ്മുടെ തികവിനും നിറവിനും മുഖാന്തരമായി തീരും. ഇന്ന് പലപ്പോഴും ആത്മഭാരത്തെക്കുറിച്ച് അനേക ക്ലാസ്സുകൾ, അനേക പ്രസംഗങ്ങളുണ്ട്. അതെ, ആത്മഭാരം മറ്റുള്ളവരെ കുറിച്ചുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തെ തികവുള്ളതാക്കി തീർക്കുവാൻ, എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തോട് ചേർക്കപ്പെടുവാൻ എനിക്ക് അതിയായിട്ടൊരു വാഞ്ച ഉണ്ടായിത്തീരേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്താതെ എനിക്കൊരു ആത്മഭാരം ഉണ്ടെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് പലപ്പോഴും പറയും, നമുക്കെന്താ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് വേദനയില്ലേ, പ്രയാസങ്ങളില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നല്ല കാര്യമാണ്. എന്നാൽ യഥാർത്ഥമായിട്ട് ആത്മഭാരമുള്ള വ്യക്തി ആത്മതപനം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും. കാരണം ആത്മതപനം ചെയ്യുക എന്നുള്ളത് ഇങ്ങനെയാണ്, ദൈവസന്നിധിയോട് ചേർന്ന് വന്ന്, അപ്പാ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ നീ കാണിച്ചു തരണം. അതെ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയായി തീരുവാൻ അനുവദിക്കാതെ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയായി തീരുവാൻ ഇടവരാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുനഃക്രമീകരിക്കുന്ന ഒരു അനുഭവം, ആ ഒരു ആത്മതപനം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും സുവിശേഷത്തിനുള്ള വാതിലുകൾ ഇന്നും അടയപ്പെട്ടിട്ടില്ല. നാം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അത് അടയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് അടയ്ക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നാം ആത്മാവിനാൽ എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അതേ പത്രങ്ങളായി നാം തീരുന്നുവെങ്കിൽ അത് ലോകമെങ്ങും വായിക്കുവാനിടയായിത്തീരും. നമ്മിൽ കൂടി ക്രിസ്തുവിനെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
അതെ, യേശു ക്രിസ്തുവിൻ്റെ അതേ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ നല്ല പ്രവൃത്തി തുടങ്ങി വെച്ചവൻ അതിൻ്റെ പൂർത്തീകരണത്തോളം അതിനെ നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. പലപ്പോഴും ആദ്യ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നാം ദൈവത്തെ അനുവദിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പിന്നീട് എപ്പോഴയോ ആ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ തടുത്തുകൊണ്ട് നാം ലോകത്തിലേക്ക്, സ്വന്തത്തിലേക്ക്, ജഡത്തിലേക്ക്, കൺമോഹത്തിലേക്ക് നാം പിന്തിരിഞ്ഞു പോയതിനാൽ ഇന്ന് ആത്മാവ് ദുഃഖിച്ച് ആയിരിക്കുന്ന അനവസ്ഥയാണ് പലപ്പോഴും നമുക്കുള്ളത്. ഹല്ലേലൂയ. അതേ, ക്രിസ്തു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണമെന്ന അതേ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇല്ലാതായി പോവുകയാണ്. അതേ, സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭക്തന്മാർ ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിന് ഒരു തിരിച്ചറിവ് വരുത്തുവാൻ, ഈ കാലഘട്ടത്തെ ഒന്ന് ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ ഒന്ന് തിരുത്തുവാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സാക്ഷ്യപത്രങ്ങളായി തീരണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, അതേ, നാം പറയുന്ന ബൈബിളിലെ വചനങ്ങളോ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളോ ഒന്നും ജനത്തെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ആ സാക്ഷ്യമുള്ളൊരു ജീവിതമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ദൈവവചനത്താൽ രൂപപ്പെട്ട ഒരു ജീവിതമുണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവവചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുമ്പോഴുള്ള ആ ഒരു അവസ്ഥ അനേകരെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓപ്പണായിട്ട് നമുക്കൊരു സുവിശേഷം പറയുവാൻ അസാധ്യമാണ്. പലപ്പോഴും ഒരു ചർച്ച എന്നൊക്കെ പറയുന്നത് വളരെ അസാധ്യമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മറ്റാരെയുമല്ല തിരുത്തേണ്ടത്, എന്നെയാണ് തിരുത്തേണ്ടത് എന്നൊരു ബോധ്യത്തോടെ എൻ്റെ ജീവിതത്തെ ഞാൻ വചനപ്രകാരം ക്രമീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് എന്നിലൂടെ ആ ദൈവത്തിൻ്റെ സൗരഭ്യവാസന അത് ലോകത്ത് വെളിപ്പെടുമെന്നുള്ളത് നിശ്ചയമാണ്. ഹല്ലേലൂയ. അത് ഒരു വാസ്തവികതയാണ്. അങ്ങനെ ഒരു സുവിശേഷം അതേ സമൂഹത്തെ മാറ്റിമറിക്കുന്ന ഒരു സുവിശേഷമാണ്. അങ്ങനൊരു സുവിശേഷം ജനത്തെ രൂപാന്തരത്തിലേക്ക്, ജനത്തെ വിടുതലിലേക്കും വീണ്ടെടുത്തിലേക്കും നയിക്കുന്ന ഒരു സുവിശേഷമാണ്. ആ സുവിശേഷത്തിൻ്റെ അംഗങ്ങളായി നാം തീരണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും നാം സുവിശേഷം നാവിലും അതേ ഹൃദയത്തിൽ അതേ ലോകവും ആയിരിക്കുന്ന അതേ രണ്ടു മനസ്സുള്ളവർ, ഇരുമനസ്സുള്ളവർ, ദൈവം വെറുക്കുന്ന ഏറ്റവും ഘൃണിതമായ ഒരു കാര്യം ഇരുമനസ്സുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏക മനസ്സ് ആവശ്യമാണ്. നാം ഏത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ ആ സുവിശേഷമായി നാം തീരുന്നില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഒരു ബൈബിൾ കൊടുക്കുന്നതല്ല, ഒരു പ്രാർത്ഥിക്കുന്നതല്ല, ഒരു മീറ്റിംഗ് നടത്തുന്നതല്ല സുവിശേഷീകരണം. ഞാൻ തന്നെ ഒരു സുവിശേഷമായി ഈ സമൂഹത്തിൽ അത് എൻ്റെ പ്രതിദിന ജീവിതം അതേ ആ ക്രിസ്തുവിൻ്റെ ഭക്തിക്കും ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായി സുവിശേഷം. പലപ്പോഴും നാം പറഞ്ഞ പ്രാർത്ഥനകളുണ്ടല്ലോ, അല്ലെങ്കിൽ നാം ഒരുവിട്ട ആ പ്രാർത്ഥനകളുണ്ടല്ലോ, അതൊക്കെയും ലോകം മറന്നുപോയി എന്ന് വരാം. എന്നാൽ സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയെ സമൂഹത്തിന് മറക്കുവാൻ കഴിയത്തില്ല. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ, സാമീപ്യത്തിൻ്റെ, ദൈവാത്മാവിൻ്റെ ആ ഉറവ ലോകത്തിന് അടച്ചു കളയുവാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കൊരു പ്രാഗൽഭ്യമുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, നാം അതേ മത്തായി എഴുതിയ സുവിശേഷം എന്ന് പറയുമ്പോൾ നാം അങ്ങനെയാണ് വായിക്കുന്നത്, മത്തായി യേശുവിനെ കുറിച്ച് എന്തെഴുതിയിരിക്കുന്നു. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, അവിടെ മത്തായി യേശുവിനെ കുറിച്ച് എന്തെഴുതിയിരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മത്തായി ആ യേശുവിനാൽ എൻ്റെ ജീവിതം എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നതല്ലേ വാസ്തവം.
അല്ലെങ്കിൽ ആ യേശുവിൻ്റെ സുവിശേഷം അനേകരെ എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളതല്ലേ ആ സുവിശേഷം. പലപ്പോഴും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ നാം അത് വിവരിക്കാറുണ്ട്. ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണ്? അതേ ജഡികനായിരുന്ന എന്നെ ഒരു ആത്മീകനായി തീർത്തു എന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു അത്ഭുതം. ഹല്ലേലൂയ. എന്നിൽ ആ സർവശക്തന്റെ ആത്മാവ് കടന്നു വന്നിട്ട് ഞാൻ തന്നെയും അവന്റെ വിശുദ്ധ കൂടാരമായി തീർന്നു എന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു അനുഭവം. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമുക്ക് മനസ്സ് തുറന്ന് സ്തുതിക്കുവാൻ മടിയാണ്. അതെ, സങ്കീർത്തനം 103:1 പറയുന്നു, എൻ മനമേ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പലപ്പോഴും ഞാൻ ചോദിക്കുന്ന കാര്യമുണ്ട്, ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുക, ദൈവം എന്തോ ചെയ്തേ? ദൈവം ചെയ്തത് എന്താ? മരണത്തിന്, ശാപത്തിന്, അന്ധകാരത്തിന് അടിമയായിരുന്ന എന്നെയും നിന്നെയും ഇന്ന് പ്രകാശത്തിന്റെ രാജ്യത്തിലാക്കി വെച്ച് അവന്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ച് അതേ നാം തന്നെയും ഒരു ക്രിസ്തുവിന് സുവിശേഷമായി തീർത്തതല്ലേ ദൈവത്തിന്റെ വലിയൊരു കൃപ എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ വിളിയോ തിരഞ്ഞെടുപ്പോ നാം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നിങ്ങൾ ലോകത്തിനുള്ളവരെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങളെ ലോകം പാക്കിയെന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരപ്പെടരുത്. കാരണം നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് എനിക്കായി വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തിനായിട്ടാണ് എൻ്റെ ദൈവം നിങ്ങളെയും എന്നെയും വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്? അതെ, നാം യേശുവിനെ അറിയാത്തൊരു കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നാം യേശുവിനെ അറിയാത്തൊരു ജനസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്നിൽ കൂടി നിങ്ങളിൽ കൂടി ആ സുവിശേഷം വെളിപ്പെട്ടു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:17 പറയുന്നു, ജഡപ്രകാരമുള്ളവൻ ജഡത്തിനായിട്ട് ചിന്തിക്കുമ്പോൾ ആത്മപ്രകാരമുള്ളവൻ ആത്മാവിനായിട്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവിന്റെ സുവിശേഷമായി നാം തീരേണ്ടതിന് ആ ജഡപ്രകാരമുള്ള സകലത്തിനെയും വിട്ടൊഴിഞ്ഞ് ആത്മപ്രകാരമുള്ള നന്മയെ നാം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവർ വളരെ ചുരുക്കമാണ്. അതേ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ ലോകത്തിലുള്ളതല്ല, സ്വർഗീയമായതിനെ തന്നെ അധികം വാഞ്ചയോടെ കാക്ഷിക്കണം. അധികം വാഞ്ചയോടെ എന്ന് പറയുമ്പോൾ, അതെ, എനിക്ക് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ, ആ സ്വർഗത്തെ കൈവിടുവാൻ എനിക്ക് മനസ്സില്ലാതെ, ആ സ്വർഗീയമായ മഹത്വത്തെ കൈവിടുവാൻ എനിക്ക് മനസ്സില്ലാതെ അതിവാഞ്ചയോടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം, ആ ഒരു അനുഭവം നമുക്കുണ്ടാകണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ച് ചില വാക്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതേ, മത്തായി എഴുതിയ സുവിശേഷം 5:48 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് എപ്രകാരം സൽഗുണ സമ്പൂർണനായിരിക്കുന്നുവോ, എപ്രകാരം നിറഞ്ഞവനും തികഞ്ഞവനുമായിരിക്കുന്നുവോ, നിങ്ങളും അതുപോലെ തന്നെ ആയിത്തീരണമെന്ന്. പലപ്പോഴും എനിക്ക് ചിന്തിക്കുവാൻ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ സ്വർഗീയ പിതാവിനെ പോലെയൊക്കെ എനിക്ക് ആകുവാൻ കഴിയുമോ? സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾക്കോ അതിൻ്റെ ഒരു മാത്രയ്ക്കെങ്കിലോ ഒരു ബിന്ദുവിനെങ്കിലോ ഒരിക്കലും മാറ്റം വരുന്നില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും അത് കഴിയുമെന്ന് തന്നെയല്ലേ യേശു പറഞ്ഞത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ലക്ഷ്യം വേറൊന്നാണ്. ഹല്ലേലൂയ. നാം പലപ്പോഴും ഇന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ജഡത്തിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന
ഒരു വളരെ സങ്കീർണമായ ഒരു ജീവിത രീതിയാണ് നാം പിന്തുടരുന്നത്. പലപ്പോഴും ആത്മാവിനെ ആ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, നമ്മുടെ ആ യാചനകളിലെല്ലാം ഒതുക്കി നിർത്തിക്കൊണ്ട് ആത്മാവിനെ ഇതുവരെയും ഒക്കെ പ്രവർത്തിച്ചാൽ മതി, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒരു കടന്നുകയറ്റം അരുത് എന്ന് പറയുന്ന ഒരു സവിശേഷമായൊരു ജീവിത രീതി പലപ്പോഴും നാം പിന്തുടരുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം പലപ്പോഴും ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നത്. ലോകത്തിന് വേണ്ടിയിട്ട് നാം ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ, ആരാധനകളിലൊക്കെയും നാം ദൈവസാമീപ്യത്തെ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുകയും, എന്നാൽ ആ സാമീപ്യത്തിൽ മുന്നോട്ട് പോകുവാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം, ആ ആത്മനിറവിൽ അതേ മുന്നോട്ട് പോകുവാൻ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ. അതായത് എന്നെ ദൈവം തൻ്റെ ഹിതത്തിന് അനുസൃതമായിട്ട് പൂർണ്ണമായിട്ട് രൂപപ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു സുവിശേഷകനായി തീരുക എന്നുള്ളത്. കാരണം ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചത്. ഒരു അച്ഛനായി തീരുക അല്ലെങ്കിൽ ഒരു തിരുമേനിയായി തീരുക എന്നൊക്കെ പറഞ്ഞ ഒരു മാന്യതയുള്ളതാണ്. എന്നാൽ ഒരു സുവിശേഷം പ്രസംഗിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായി തീരുക എന്നുള്ളത് പലപ്പോഴും ലജ്ജാകരമാണ്. ആ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം എൻ്റെ സമൂഹം അത് തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ യേശുവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ യേശുവിനെ സ്വീകരിച്ചല്ലോ, ഇനി ഞാൻ എൻ്റേതായ ജോലി ചെയ്ത് കർത്താവിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക നന്മയോ അല്ലെങ്കിൽ ഒരു സ്തോത്രമോ ആരാധനയൊക്കെ കൊടുത്ത് ദൈവത്തിനെ പ്രസാദിപ്പിച്ച് അങ്ങനെ ജീവിച്ചോളാമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു, എനിക്ക് വേണ്ടുന്നത് നീ നൽകുന്നതല്ല, അതൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ടുന്നത് നീ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതൊന്ന് പിടഞ്ഞു പോയി. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ലാത്ത അവസ്ഥ. അതെ, ഞാൻ പലപ്പോഴും പറഞ്ഞു, അല്ലേ കർത്താവേ, എനിക്ക് ഈ ദേശത്ത് നന്നായിട്ടൊന്ന് ജീവിക്കണം. കർത്താവ് പറഞ്ഞു, ഇല്ല, ഈ ദേശത്ത് ജീവിക്കാനല്ല ഞാൻ നിന്നെ വേർതിരിച്ചത്. യേശുവിനെ അറിയാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ പ്രതിനിധിയായി തീരുവാൻ നിന്നെ ഞാൻ വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കർത്താവ്, എനിക്കൊരു പ്രാഗൽഭ്യമില്ല, എൻ്റെ കുടുംബത്തിൽ ആരും അങ്ങനെ ഒരു സുവിശേഷകനായിട്ട് തീർന്നിട്ടില്ല, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അപമാനമാണ്. ഞാനതെല്ലാം കർത്താവിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് വേണ്ടി അപമാനമേറ്റവനെ, നിനക്ക് വേണ്ടി അത് ചാട്ടവാറി അടിയേറ്റവനെ നീ മറന്നുകൊണ്ട് ജീവിക്കുകയാണ് കുഞ്ഞേ എന്ന്. പിന്നീട് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ കർത്താവിൻ്റെ പിന്നാലെ ചുവടുകൾ വയ്ക്കുമ്പോൾ ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് ഞാൻ ചുവടുകൾ വെച്ചത്. ഒരിക്കലും ഒരു സമൃദ്ധിയിലേക്കല്ല ഞാൻ ചുവടുകൾ വെച്ചത്. അതേ സങ്കടങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, കണ്ണുനീരിലേക്ക്, വേദനകളിലേക്ക്, ഒഴിഞ്ഞു പോകുവാൻ മനസ്സില്ലാതെ എൻ്റെ കൂടെ കൂടിയ അതേ ഒറ്റപ്പെടലിലേക്ക് ഞാൻ ചുവടുകൾ വയ്ക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടിയിരിക്കും. അതെ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഭാഷ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഭാഷയുടെ പ്രശ്നമില്ല, നിനക്ക് സുവിശേഷം അറിയിക്കാൻ ഭാഷ ആവശ്യമില്ല. ഞാൻ സ്നേഹിച്ചതുപോലെ നീ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ഞാൻ സ്നേഹിച്ചതുപോലെ നീ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയേ, തീർച്ചയായിട്ടും നിന്നിലുള്ള ആ ക്രിസ്തുവിനെ അവർ തിരിച്ചറിയുമെന്ന്. ഞാൻ ഇന്നും ഓർക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ വന്ന ശേഷം ഭാഷ പഠിക്കുവാൻ വളരെ പ്രയാസപ്പെട്ടു. എന്നാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ തുടങ്ങിയപ്പോൾ, മറ്റുള്ളവരോട് അവരുടെ കുറവുകൾ അത് കണക്കാക്കാതെ അവരെ സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചപ്പോൾ, ആദ്യ നാളുകളിൽ പ്രാർത്ഥിക്കുവാനൊന്നും അറിയത്തില്ല, മലയാളത്തിൽ പോലും പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല, ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. പക്ഷെ ചേർത്ത് പിടിച്ച് അവരെ എൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് ഞാൻ കരുതി ചേർത്ത് പിടിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ജീവിക്കുന്നൊരു ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തിയെന്ന്.
ഒരു ശബ്ദമല്ല അവിടെ ഉണ്ടായത്, ഒരു വികാരം. അത് അവർ എൻ്റെ ആ ഒരു ചേർത്ത് നിർത്തലിൽ കൂടി അവർ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ഒരു അനുഭവങ്ങൾ അതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അതിനുശേഷം ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് എൻ്റെ ഭാഷ സീമിതമായി തീരട്ടെ, എൻ്റെ വാക്കുകൾ പരിമിതമായി തീരട്ടെ, എന്നാൽ എൻ്റെ ജീവിതം പൂർണ്ണമായി തീരട്ടെ. നാം ഇന്ന് പലപ്പോഴും നമ്മുടെ ഒരു അപൂർണമായ ഒരു ജീവിതം, വാക്കുകളേറെയുണ്ട്, പ്രശംസകളേറെയുണ്ട്, അതേ സ്തോത്രങ്ങളും സ്തുതികളും ഏറെയുണ്ട്, എന്നാൽ ഒരു അപൂർണമായ ഒരു ജീവിതം കൊണ്ട് നാം ലോകത്തിൽ എന്താണ് സാക്ഷീകരിക്കുവാനിടയായിത്തീരുന്നത്? ഹല്ലേലൂയ! നാം എന്താണ് ലോകത്തിന് സന്ദേശം കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ നാം വായിച്ച വേദഭാഗത്ത് വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യപത്രങ്ങളായിത്തീരുകയാണ്. നാം പലപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ എവിടെയെല്ലാം പോയാലും, ഞാൻ എവിടെയെല്ലാം പോയാലും ആളുകൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. നാം ഒന്ന് ചിന്തിക്കുക, അത് വാസ്തവമാണ്. നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്. നമ്മുടെ പ്രവൃത്തികൾ ഒരു സന്ദേശത്തെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ വാക്കുകൾ ഒരു സന്ദേശത്തെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ജീവിത ശൈലി ഒരു സന്ദേശത്തെ നൽകുന്നുണ്ട്. ആ ഒരു സന്ദേശത്തിൽ ക്രിസ്തു ഇല്ല എങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല എന്ന് തന്നെ വാസ്തവമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഞങ്ങൾ റോട്ടിക്കൽ പോകുമ്പോൾ ഞങ്ങൾ വിശ്വാസികളല്ലാത്തവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ പോലും പോയിട്ട് നിങ്ങൾ സഭയിലേക്ക് വരണമെന്ന് ഞാൻ ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് തെറ്റുണ്ടായിരിക്കാം, കുറവുകളുണ്ടായിരിക്കാം, അവരെ നാം പഠിപ്പിക്കും, അവരെ ദൈവ വഴി നടത്തുവാൻ പരിശ്രമിക്കും. പക്ഷേ സഭയിലേക്ക് ഒരിക്കലും വിളിക്കത്തില്ല. യേശുവിനെ അറിഞ്ഞവർക്ക് പിന്നെയും യേശുവിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ യേശുവിനെ കൊടുക്കേണ്ടത് ആർക്കാണ്? ഇന്നുവരെ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന അനേകർക്ക്, അവർക്കാണ് യേശുവിനെ കൊടുക്കേണ്ടത്. പലപ്പോഴും നമുക്കത് വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ സാധ്യമാണ്. എന്നാൽ അവരോട് സ്നേഹപൂർവ്വം ഇടപെടുമ്പോൾ, അവരുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവരുടെ ദുഃഖങ്ങളിൽ നാം അവരിൽ ഒരാളായി തീരുമ്പോൾ, അവർ പിന്നീട് പറയുന്നത്, നിങ്ങൾ കടന്നു വരണം. കഴിഞ്ഞ ദിനം നിങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി തീർന്നു. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഉള്ളങ്ങളിലുള്ള ഈ ദൈവിക ചൈതന്യം എങ്ങനെ വന്നു എന്ന് പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ പുതിയ ഭവനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ കാണുകയാണ്. എന്നാൽ ഇതിൽ എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ്. ഹല്ലേലൂയ! ഇതുവരെയും പൂർണ്ണരായിട്ടില്ല, ഞാൻ സമ്മതിക്കുന്നു. കുറവുകളുണ്ട്. എന്നാൽ ആ പൂർണ്ണതയിലേക്ക് ഒരു ചുവട് കൂടി വയ്ക്കുവാൻ ഇന്ന് നമുക്ക് കഴിയണം. ഹല്ലേലൂയ! എൻ്റെ കർത്താവ് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഈ ലോകത്തിൽ നാം ജീവിച്ചാൽ, ലോകത്തിന് പഠിക്കുവാൻ ഒരു ബൈബിൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ലോകത്തെ ആശ്വസിപ്പിക്കുവാൻ ഒരു പാട്ട് പാടേണ്ട ആവശ്യമില്ല, ലോകത്തെ മാറ്റിമറിക്കുവാൻ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. നമ്മുടെ ജീവിതം തന്നെ അവർക്ക് പാട്ടും പ്രാർത്ഥനയും ആരാധനയുമായി തീരുന്ന ഒരു സ്വർഗീയ അനുഭവം നമുക്ക് കൊടുക്കുവാൻ കഴിയണം. പലപ്പോഴും ഇതൊക്കെയും അസാധ്യമെന്ന് ചിന്തിച്ച് ഒരു മൂഢ സ്വർഗത്തിലായി തീരുകയല്ലേ എന്ന് ചിന്തിക്കുക. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ വിജു നിനക്കും അതായി തീരുവാൻ കഴിയുമെന്ന്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്ന പോലെ നിങ്ങൾ എന്നിലായിരിക്കുമെന്ന്. അപ്പോൾ നാം ക്രിസ്തുവിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം വരികയാണ്. ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ നാം അനുവദിക്കുമ്പോൾ, ക്രിസ്തു നമ്മിൽ ഒരുവായി ക്രിസ്തു തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ, നാം അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ
നാം ക്രിസ്തുവിന്റെ പ്രതിനിധികളായി മാറുകയാണ്. അതെ, 1 കൊരിന്ത്യർ 11 അതിൻ്റെ 1 വാക്യത്തിൽ പറയുന്നു, പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരികൾ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവേനെന്ന്. അതെ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായി തീരുവേനെന്ന് പൗലോസ് പറയുകയാണ്. അതെ, നമുക്കും അങ്ങനെ തന്നെ ആയിത്തീരുവാൻ കർത്തകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ചുവടുകൾക്ക് അനുയോജ്യമായി തീരുവാൻ ഇന്ന് വൈകുന്നേര സമയം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അപ്പനോട് പറയാം, അപ്പ അങ്ങേ പോലെ എന്നെ ഒന്ന് മാറ്റി മറിക്കണമേ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമായി തീരും. ഇന്ന് വരെ എഴുതപ്പെടാത്ത ഒരു ചൈതന്യമുള്ള ജീവിക്കുന്ന സുവിശേഷമായി നാം മാറും. അങ്ങനെ നാം ആയിത്തീരുമ്പോൾ തീർച്ചയായും നാം അനേകർക്ക് അനുഗ്രഹമായി തീരും. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അൻപുള്ള ദൈവമേ, അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ കുറവുകളും കുറ്റങ്ങളുമുള്ള വ്യക്തി ജീവിതങ്ങളാ. എന്നാൽ അപ്പ, ഇന്നു പകൽക്കാലം ഞങ്ങൾക്ക് ലഭിച്ച ആ ദൈവകൃപ, ഞങ്ങൾക്ക് ലഭിച്ച ആ ദൈവിക നിർദ്ദേശത്തിന് തുവണ്ണം ഞങ്ങൾ ആ ദൈവത്തിൻ്റെ പത്രങ്ങളായി മാറി അനേകർക്ക് സൗഖ്യത്തിന്, വിടുതലിന്, അനേകർക്ക് ജീവരക്ഷയ്ക്ക്, ഉദ്ധാരണത്തിന് മുഖാന്തരമായി തീരുവാൻ അപ്പ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഞങ്ങൾ മറന്നു കളയാതെ അതിനെ ഏറ്റവും ചേർത്ത് പിടിക്കുവാൻ അപ്പ ഞങ്ങളെ സഹായിക്കണം. ഈ ലോകത്തിൽ എന്തെങ്കിലുമായി തീരുവാനല്ല അപ്പ, എന്നാൽ ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന ദൈവശക്തിയുടെ ആ മാനിഫെസ്റ്റേഷനായി തീരുവാൻ അപ്പ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഈ വചനത്തെ ശ്രവിച്ച എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഇടപെടണമേ അപ്പ. അവർ ആയിരിക്കുന്ന ജോലിയിൽ, അവർ ആയിരിക്കുന്ന ഭവനങ്ങളിൽ, അവർ ആയിരിക്കുന്ന സമൂഹങ്ങളിൽ, അവർ ആയിരിക്കുന്ന ആ ബസ്തികളിൽ, മൊഹല്ലകളിൽ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ അവർ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി മാറുവാൻ, അവരെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ, അവരിൽ കൂടി ക്രിസ്തുവിൻ്റെ സ്വരൂപവാസന വെളിപ്പെടട്ടെ. ഞങ്ങൾ ആ ജീവനുള്ള ദൈവത്തിൻ്റെ സ്വരൂപവാസനയായി മാറുവാൻ, അതേ നശിച്ചു പോകുന്നവരുടെ മധ്യത്തിലും ജീവിക്കുന്നവരുടെ മധ്യത്തിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വരൂപവാസനയായി മാറുവാൻ അപ്പാ നീ കരുണ ചെയ്യണമേ. എല്ലാ മഹത്വം, എല്ലാ പൂഴ്ചയും അപ്പന് സ്തോത്രപ്പ, കരുണ ചെയ്യണമേ, ബലപ്പെടുത്തണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് ക്രിസ്തുനാഥൻ്റെ അൻപുള്ള നാമത്തിൽ ആമേൻ. ഇതുവരെയും ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.